ഹായ് മിതുട്ടി, ഹലോ. എന്തുണ്ട്? നല്ല സുന്ദരി കുട്ടിയായിട്ട് എവിടത്തേക്കാന്ന്? കണ്ണൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് പോയി. കണ്ണൂർ പ്രോഗ്രാം ഉണ്ടല്ലേ? അപ്പോൾ എവിടത്തേക്കാന്ന്? മേതുട്ടി പ്രോഗ്രാമിനല്ല പോകുന്നത്. മേതുട്ടി ഒരാളെ കാണാൻ വേണ്ടിട്ട് തോന്നിയാന്നല്ല. മേതുട്ടിൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അതെ. അപ്പൊ ഇന്ന് നമുക്ക് കണ്ണൂര് ഹെയറോ ക്രാഫ്റ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലേ, അതെ, ഹോസ്പിറ്റലില്. അപ്പൊ അവരെ ആനിവേഴ്സറി ആയിട്ട് ഇന്ന് നമ്മളെയും വിളിച്ചിട്ടുണ്ടായിനി. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഒരു നല്ല സമയം വൈകി കുറച്ച്. നമുക്ക് രണ്ടര സമയം വൈകിട്ടൊന്നുമില്ല. നമ്മൾ ആടെ എത്തുമ്പോൾ ഇനിയിപ്പോൾ റോഡിൻ്റെ അല്ലേ, ബ്ലോക്കാണ്. ഒന്നാമത് റോഡ് പണി എടുക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോക്കാണ്. അപ്പൊ അതിനുള്ളൊരു ബുദ്ധിമുട്ടേ ഇല്ല. അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് ഇപ്പൊ വേഗത്തും. ഒരു മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട്. എങ്ങനെ അതെ, മണിക്കൂറിനും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി പോയിന്നറിയില്ല. കണ്ണാടിയിലൊക്കെ നോക്കി നോക്കി മതി. മണി മതി. മേതുട്ടി പോവാന്നാല് ഇനി നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോവാം അല്ലേ പ്രിയ? അതെ, ഏതായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. മണിയാ മണീന്റെ പുതിയ മണീന് ഇപ്പത്തെ സ്റ്റൈലാട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷർട്ട് എടുത്ത് അങ്ങ് ബാക്കിലേക്ക് ഇടും. എന്താ മണി? അത് വളരെ ആപ്പം ചെയ്യുന്ന സ്റ്റൈലാണ് അല്ലേ? ബിബിയാപ്പിനെ അടിച്ചങ്ങ് മേലൊക്കെ ഒരു കിട്ടില്ലാണ് അല്ലേ? ബിബിയാപ്പിനെ അനുകരിക്കുന്നേ വേണ്ടത്. ഓക്കെ, ഇങ്ങനെ എന്ത് കഴിഞ്ഞാൽ സമയം വൈകും. അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഗിഫ്റ്റ് അയച്ചു തരുമ്പോൾ കിട്ടിയ സാധനമാണ്. പറഞ്ഞില്ലേ? അതെടുത്ത് അവളെ ക്യാമറക്ക്, കളി ക്യാമറക്ക് ചൈന ഇതാക്കി വെച്ചു. കീ ചെയിൻ. ഓക്കെ, ഞങ്ങള് കണ്ണൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്തിയത് ചെറുകുന്ന് കഴിഞ്ഞു. അപ്പൊ ഒരാള് ബാക്കിന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പോന്നെല്ലാം ഉണ്ടായിനെ. അതെ, കുറച്ചേരം പാട്ട് വെക്കുമ്പോ നല്ലോണാന്ന് ഉറക്കം. അതെ, പാട്ട് ഓഫാക്കി. ഞാൻ എനിക്ക് പറഞ്ഞ എണീക്ക് മേതു പറഞ്ഞു. മേതുട്ടി ഇങ്ങോട്ട് വന്നേ. വലിയ ബ്ലോക്കൊന്നും ഇല്ല അല്ലേ? ഇനിയിപ്പൊ അങ്ങ് എത്തിക്കഴിഞ്ഞാല് കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കണ്ട. നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിച്ചോ. മേതുട്ടി ഇന്നലെ ഒരു പാട്ട് പഠിച്ചിനെ. മേതുട്ടി എവിടുന്നോ കേട്ട് തന്ന അതിന്റെ വരികള്. മേതുട്ടിക്ക് അത് ഇഷ്ടമായി. രാത്രി മേതുട്ടി നോക്കി അതിന്റെ വരികളെല്ലാം മുറുക്കി പഠിച്ചു. 3-4 വരികളേ ഇല്ലൂ, എന്നാലും മേതുട്ടി ഇത് പഠിച്ചെടുത്തു ഇന്നലെ. മേതുട്ടി അതേതാ പാട്ട്? അതെ, മേതു എന്നാ പാട്ടത്? പാടിയേ. മാനത്ത് ചെമ്പകം പൂത്തില്ലേ, മാമ്പഴം പ്രാവ് പറന്നില്ലേ, വെള്ളരിക്കിണ്ണത്തിലെന്തുണ്ട്, പുള്ളിപ്പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തരമാറ്റുണ്ട്, മിന്നാ മിന്നി ഇത്തിരി പൊന്ന്, മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാൻ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. അടിപൊളി പാട്ട്. മേതുട്ടി ഇന്നലെ പഠിച്ചെടുത്ത പാട്ടാണത്. മേതുട്ടിക്ക് ഇഷ്ടായോണ്ട് പഠിച്ചെടുത്ത അല്ലേ ആ പാട്ട്? എങ്ങനെയാ മേതുട്ടി കേട്ടത് തന്നെ അതിന്റെ ലൈൻസ്. പിന്നെ മേതുട്ടി കറക്റ്റ് അല്ല പാടുന്നത്, എന്തെല്ലോ ആന്ന് പാടുന്നുണ്ടായിനി. അത് എന്നിട്ട് പിന്നെ രാത്രി എന്റെ ലൈനെല്ലാം നോക്കി പഠിച്ചു. മണിക്കൂട്ടിനും പഠിച്ചു. അത് മേതുട്ടി മാത്രം പഠിച്ചു, അമ്മയും പഠിച്ചു. നമ്മുടെ എല്ലാരും മേതുവും പഠിച്ചു, എല്ലാരും മാത്രം പഠിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് അമ്മമ്മേനെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തുമ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ രീതിയിലുള്ള പ്രോഗ്രാമൊന്നും ആയിരുന്നില്ല കേട്ടോ, ഒരു കുഞ്ഞു പ്രോഗ്രാമായിരുന്നു. അവിടെയുള്ള സ്റ്റാഫും അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട്, പിന്നെ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ മെയിനായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരിതേ ഹെയറോ ക്രാഫ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ടും അവിടെയുള്ള സ്റ്റാഫുകളെയും ഡോക്ടേഴ്സിനൊക്കെ പറ്റി സംസാരിച്ചു. പിന്നെ ദീപം തെളിയിച്ചു. അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവിടെ എത്തിയ ഉടനെ തന്നെ മേതുവാവ കൃതിയുടെ കൂടെ പോയിട്ട് പിന്നെ വരാനാകുമ്പോഴാണ് 2 പേരെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവരുടെ 5th ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ആ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ തന്നിട്ടുണ്ടായിരുന്നേ. അത് അവിടെ വന്നിട്ടുള്ള ഹാപ്പി ക്ലയൻസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത്. ഇപ്പൊ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയല്ലേ അവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗിഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നേ. എന്നെ ചോക്ലേറ്റ് എല്ലാം കഴിച്ചു. ചോക്ലേറ്റിൽ ഒരാൾ ഹാമ്പേഴ്സ് കിട്ടണ്ടേ അല്ലേ? താമസമാണ്.
ഇത്രയേരം കളിയായിരുന്നു. ഇത്രയേരം ഫ്രണ്ട് ഹൃദീന്റെ കൂടെ ഒരേ കളിയാ ഉണ്ടായിനി. നമ്മളിത് കൂട്ടിയിട്ട് വരെ എന്നിട്ട് ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ട് പോവാ അല്ലേ? വീട്ടിൽ പോണോ അല്ല വേറെ എവിടെയെങ്കിലും പോണോ തീരുമാനിച്ചില്ല. സമയം 6 മണിയായിട്ടാ. അതെ, ഇനിയിപ്പോ ഏതായാലും നമ്മള് വീട്ടിലേക്ക് എത്തുമ്പോ എങ്ങനെ 7 മണി കഴിയും. ഈ ബ്ലോക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എത്തുമ്പോ എങ്ങനെ ഒരു ഉറങ്ങാൻ കിടന്ന പോലെ കളിച്ച് ക്ഷീണായിട്ട് ഉറങ്ങി. അല്ല, ഇങ്ങോട്ട് വരുമ്പോ ഉറക്കം പകുതി ഉറക്കത്തിലാ ഉണ്ടായത്. അപ്പൊ ഇപ്പൊ പോകുമ്പോ ഇനിയിപ്പോ നല്ല ഉറക്കണം. അപ്പൊ ഇനിയിപ്പോ എന്നാ പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം.